പോലീസും അത് തയ്യാറാകണം. ഇതൊക്കെ പോട്ടെന്ന് അടൂർ ജോലി എന്താ? അടൂർ ഡിവൈഎസ്പി ചെറുപ്പക്കാരനല്ലേ? CI ചെറുപ്പക്കാരനല്ലേ? നിങ്ങൾക്ക് എവിടെ ജോലി ചെയ്യണ്ട? ഈ നാണം കെട്ടവന്മാരുടെ വീട് പണി ചെയ്യാതെ, ഈ അഴിമതിക്കാരുടെയും കൊള്ളക്കാരുടെയും വീട് പണി ചെയ്യാതെ അന്തസ്സോടെ പ്രവർത്തിക്കാൻ അടൂരിലെ പോലീസോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ ആൾക്കാർ സ്റ്റേഷനിൽ വരുമ്പം അവിടെ മീശ ധരിച്ച് ഗമ കാണിച്ച് ചാട്ടവും ചാടണ്ട. വലിയ ചാട്ടം ചാടുന്നവർക്ക് ശിക്ഷ ഉടൻ തന്നെ കിട്ടും. അറിയാമല്ലോ, ഒരിക്കൽ ചാടിയാൽ കരയിലെത്തും, ഒന്നുകൂടെ ചാടിയാൽ എവിടെ എത്തും എന്നെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വലിയ ചാട്ടം ആരും ചാടണ്ട. ഇവിടുത്തെ നഗരസഭാ കൗൺസിലർമാർ, കോൺഗ്രസ് നേതാക്കന്മാർ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ അടൂരിലെ പോലീസ് അവരോട് കാണിക്കുന്ന ക്രൂരമായ അവഗണന ഒരു ഭാഗത്ത് നിൽക്കുന്നു. എന്നാൽ ഈ കൊള്ളക്കാരെയും അഴിമതിക്കാരെയും എല്ലാം സ്വതന്ത്രമായി സംരക്ഷിക്കുന്നു. അപ്പൊ അടൂർ പോലീസ് ഇക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കണം. ഇനി അങ്ങോട്ട് ഇതുപോലുള്ള അഴിമതിക്കാരെ രക്ഷിക്കാൻ പല കാര്യങ്ങളും വരും. അന്നെല്ലാം നീതിയുടെയും നിയമത്തിന്റെയും ഭാഗത്ത് നിൽക്കാൻ പോലീസ് തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് CPM പാർട്ടിയുടെ ഉന്നത നേതൃത്വം, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനോ, പോളിറ്റ് ബ്യൂറോയുടെ വലിയ സെക്രട്ടറി MA ബേബിയോ ഇടപെട്ട് ഈ അഴിമതിക്കാരെ പുറത്താക്കിയില്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് അവർ വലിയ വായിൽ വീമ്പിളക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അടൂരിൽ നാമാവശേഷമാകും. കാരണം അതിനെ നയിക്കുന്നവർ ഒട്ടുമിക്ക ആൾക്കാരും അഴിമതിക്കാരും കൊള്ളക്കാരുമാണ്. ഈ കൊള്ളയ്ക്കും അഴിമതിക്കുമെതിരായി ശക്തമായ മുന്നേറ്റവുമായി പക്ഷവുമായി കോൺഗ്രസ് മുന്നോട്ട് പോകും. ഈ ഒരിഞ്ച് പോലും പിന്നോട്ട് പോകില്ല, ശക്തമായി മുൻപോട്ട് പോകും. അടൂരിലെ കോൺഗ്രസ് പാർട്ടിയും ഐക്യജനാധിപത്യ മുന്നണിയും ഈ കൊള്ളയ്ക്കും ഈ പകൽ കൊള്ളയ്ക്കും ഈ വഞ്ചനയ്ക്കും ചതിക്കുമെതിരായി ശക്തമായി രംഗത്ത് നിൽക്കും. ഈ സമരം മുൻപോട്ട് പോകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പ്രക്ഷോഭ പരിപാടിയിൽ പങ്കെടുത്ത വിജിലൻസ് ശിക്ഷിച്ച കേസിലെ പ്രതി പഞ്ചാബ് മുൻ നഗരസഭ ആക്ട് 90A പ്രകാരം അയാൾക്കെതിരെ എന്തോ സെക്രട്ടറി എന്താ നടപടിയെടുക്കാത്തത്? ഇവിടെ എഴുതിയിരിക്കുന്ന സെക്രട്ടറി ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണോ ഇരിക്കുന്നത്? നിങ്ങൾ നിയമമാണോ പാലിക്കുന്നത്? ഏരിയ കമ്മിറ്റി സെക്രട്ടറിയുടെ താക്കീതാണോ പാലിക്കുന്നത്? നഗരസഭാ നിയമം 90A പ്രകാരം ഈ കൊള്ളക്കാർ നടത്തിയ വിജിലൻസ് കോടതി ശിക്ഷിച്ച കൗൺസിലർ ശിക്ഷിക്കപ്പെട്ടു എന്ന വിവരം ഉത്തരവാദിത്തപ്പെട്ടവരെ അറിയിക്കാൻ, റിപ്പോർട്ട് ചെയ്യാൻ സെക്രട്ടറി തയ്യാറായില്ലെങ്കിൽ നിങ്ങളുടെ മുറിയിലേക്കാണ്, നിങ്ങൾ ഇരിക്കുന്നിടത്തേക്കാണ് അടുത്ത സമരം വരാൻ പോകുന്നത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമര പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്.